ഇന്ന് യാത്ര തുടങ്ങി പകുതി വഴി എത്തിയപ്പോൾ ബസ്സൊന്ന് നിന്നു. ചില മാധ്യമങ്ങൾ ബസ്സിന് എന്തോ കേടുപറ്റിയെന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷെ അങ്ങനെയല്ല. വികസന കുതിപ്പ് ഒന്ന് നിന്ന് കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങിയതാണ്. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ചെങ്ങള വരെയുള്ള ദേശീയപാത, ആ ദേശീയപാതയുടെ വേഗം, റോഡിന്റെ ഭംഗി, ഇതൊക്കെ ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങി നിന്ന് കണ്ടു. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. ബസ്സിനെ സംബന്ധിച്ച് വെറുതെ കഴിയുന്ന കുറേ ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ പേരെടുത്ത് പറയേണ്ട എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും സ്വീകരിച്ച സമീപനം എന്തായിരുന്നു നമുക്കറിയാം. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കസേര, ക്യാരവൻ, കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, അങ്ങനെ തുടങ്ങി നട്ടാൽ കുരുക്കാത്ത നുണകളുടെ 100,000 പതിപ്പുകളാണ് കുഞ്ഞോമത് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ബസ്സിനെ സംബന്ധിച്ച് മാത്രം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ പ്രക്ഷേപണം ചെയ്തത്. ഇപ്പോൾ ഈ ബസ്സിനെ കുറിച്ച് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. താങ്കൾ ഈ പറയുന്ന പ്രത്യേക ഇത്രയും പറഞ്ഞ അത്രയും വിശേഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ കേരളത്തിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ഇതിനെ സംബന്ധിച്ച് എഴുതിയത് എന്തൊക്കെ തരത്തിലുള്ള വൃത്തികേടുകളാണെന്ന് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് വിശദീകരിക്കുന്നു. അതിവിടെ പറയേണ്ട കാര്യമില്ല ജയ്ക്ക്. സ്വിമ്മിംഗ് പൂൾ എന്നൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. താങ്കൾ എവിടെ നിന്നാ കേട്ടെന്ന് അറിയില്ല. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ, അതാണ് ബസ്സിനകത്ത് നീന്തൽ എന്ന ഉദ്ദേശം ഞാൻ എവിടെയും വായിച്ചില്ല, കണ്ടില്ല. എന്താണോ താനിങ്ങനെ കള്ളം പറയുന്നതെന്ന് പറഞ്ഞില്ല. താങ്കൾ അതിവായന ജയ്ക്ക്, അതിവായന നടത്തണ്ട. ഞാൻ ഒന്നാമത് ഈ വിഷയത്തിൽ മാത്രം ഇല്ല, എന്നെയും പഠിപ്പിക്കണ്ട. ഒപ്പിട്ട് വാങ്ങിയിട്ടൊന്നും ഒരു യാത്ര നടത്താൻ സർക്കാർ അങ്ങനെ പോവുകയില്ല. ഒരു മാധ്യമങ്ങൾ അങ്ങനെ പറയുകയില്ല. ജയ്ക്ക് എന്തിനാണ് രോഷം കൊള്ളുന്നത്? അതിന് മാത്രം എന്തുണ്ടായി? എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഒപ്പിട്ട് വാങ്ങിയ ശേഷമാണ് സർക്കാർ പരിപാടികൾ നടത്തേണ്ടതെന്ന് ഏത് മാധ്യമമാണ് പറഞ്ഞിട്ടുള്ളത് ജയ്ക്ക്? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. കേരളത്തിലെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ഇതിനെ സംബന്ധിച്ച് എഴുതിയത് എന്തൊക്കെ തരത്തിലുള്ള വൃത്തികേടുകളാണെന്ന് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചതാ, പാവം മുള്ളിപ്പോയി. ഞാൻ പോകുന്നു. ബൈ ബൈ.